ഹായ് ഹലോ ഫ്രണ്ട്സ്, സൂപ്പർ കൺമണി സീരിയലിൻ്റെ കിടിലം പ്രമോ വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ തന്നെ സാഗർ കൃഷ്ണനോട് പറയുന്നുണ്ട്, ഈ ഇടയായിട്ട് കൺമണിയോട് കുറച്ച് കാരുണ്യം കുറച്ച് കൂടുതലാണല്ലോടാ, എന്ത് പറ്റിയത് എന്നൊക്കെ ചോദിക്കാട്ടോ. അപ്പോഴത്തേനും കൃഷ്ണൻ ഒരു നാണത്തോടു കൂടി മറുപടി പറയുന്നുണ്ട്. അതിനുശേഷം തന്നെയാണ് ഡൽഹി പ്രോജക്റ്റിന് വേണ്ടിയിട്ട് ആ ഡിസൈൻ വരച്ചു കൊടുത്തത് അവൾ കൺമണിയാണെന്നുള്ളത് എന്തായാലും ധനലക്ഷ്മിക്ക് അറിയാം. അത് വെച്ചിട്ടൊരു പണി കൊടുക്കാം കൃഷിന്. അതോടുകൂടി തന്നെ അലികയുടെ അവളുടെ ജോലി പോവും. അതോടുകൂടി തന്നെ അവൾക്ക് ലോൺ എടുക്കുന്ന കാര്യങ്ങളൊക്കെ പെൻഡിങ്ങിലാവും എന്നുള്ളത് ഉറപ്പാണ്. ആ വിവരം തന്നെ വരുണിനെ അറിയിക്കുന്നുണ്ട് കേട്ടോ, ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അല്ലെങ്കിൽ നാളെ അവൾ ആധാരം എടുത്ത് മുന്നിൽ വെക്കും, പിന്നെ നീയുമായിട്ടുള്ള വിവാഹം നടക്കില്ല. അപ്പോൾ 101 പവൻ ഞാൻ മുന്നിൽ വെച്ചിട്ട് തന്നെ കാര്യങ്ങൾ നടത്താനായിട്ട് പോവുകയാണെന്നൊക്കെ ധനലക്ഷ്മി വരുണിനോട് പറയുന്നുണ്ട്. ഇനി എന്താണ് ചെയ്യേണ്ടത്? ആ പ്രൊജക്റ്റ് വരച്ചത്, ആ പ്രൊജക്റ്റ് കിട്ടാൻ വേണ്ടി ഡിസൈൻ വരച്ചത് ആ കൺമണിയാണ്. ഇത് ആരോടാണ് പറയേണ്ടത്? അപ്പോൾ വരുൺ പറയുന്നുണ്ട്, നേരെ കൃഷിനെ വിളിക്ക് എന്ന് പറയുന്നുണ്ട്. കൃഷിനെയോ? കൃഷിനോട് തന്നെ കാര്യങ്ങൾ പറയണം എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം തന്നെ പിന്നീട് ധനലക്ഷ്മി കൃഷിനെ വിളിച്ചിട്ട് പറയുന്നുണ്ട്, അവൾ ചതിച്ചു, കൺമണി ചതിച്ചു നിങ്ങളെ. അരികയിലിരുന്നു കൊണ്ട് തന്നെ BR ഡിസൈൻസിന് വേണ്ടിയിട്ട് ആ ഒരു ഡിസൈൻ വരച്ചിട്ടുണ്ട്. ഡൽഹി പ്രൊജക്റ്റിന് വേണ്ടി കൺമണിയാണ് അത് ചെയ്തതെന്ന് അറിയുമ്പോഴത്തേനും കൃഷിന് കൺമണിയോട് ഒരു ദേഷ്യം തോന്നുന്നുണ്ട് കേട്ടോ. അതിനുശേഷം തന്നെ ബലരാമൻ്റെ അനിയത്തിയാണെങ്കിലോ കൺമണിയോട് എല്ലാം തന്നെ തുറന്ന് പറയണം, കാരണം ഇനി അത് വൈകിച്ചിവിടെ അമ്മ ചതിയാണ് ചെയ്യുന്നതെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് കൺമണി എത്രയും പെട്ടെന്ന് പോലീസ് സ്റ്റേഷനിലേക്ക് വരണം എന്ന രീതിയിലൊക്കെ വിളിച്ച് പറയുന്നുണ്ട് കേട്ടോ. അപ്പം തന്നെ സുമിത്രയാണെങ്കിലോ അവൾ പറയുന്നത് കേട്ടോടുകൂടി തന്നെ അവളുടെ തലക്കടിക്കുക, സ്വന്തം മകളുടെ അടിച്ച് വീഴ്ത്തുക കേട്ടോ ചെയ്യുന്നത്. അങ്ങനെ ആ ഒരു കാര്യം ഒറ്റി കൊടുക്കരുതെന്നൊക്കെ, കാരണം ഇവർക്കിനി സാഗറിൻ്റെയും സുജാതയും ആ കുടുംബത്തെ നശിപ്പിക്കാതെ ഇനി അടങ്ങില്ല എന്ന് പറഞ്ഞിട്ടാണ് സുമിത്ര നടക്കുന്നത്. എല്ലാം ബലരാമൻ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇതൊന്നും നടക്കില്ല എന്ന് അവർക്ക് അറിയാം കേട്ടോ. അങ്ങനെ കൃഷാണെങ്കിലോ കൺമണിയോട് ദേഷ്യപ്പെടുന്നുണ്ട്. കാരണം കൃഷി ഒരിക്കലും തന്നെ വിചാരിച്ചിട്ടില്ല ആ ഡിസൈൻ കൺമണിയുടേതാണെന്നുള്ളത്. ഇത്രയും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ പ്രമോ വിശേഷങ്ങൾ കഴിയുന്നത്.